സരസ്വതി ശാപനിമിത്തം ലക്ഷ്മി ദേവി ധർമ്മധ്വജൻ എന്ന രാജാവിൻ്റെ പുത്രിയായ തുളസിയായി ജനിക്കുകയും ബ്രഹ്മാവിൻ്റെ അനുഗ്രഹത്താൽ വിഷ്ണുവിൻ്റെ അംശമായ ശംഖചൂഡൻ എന്ന അസുരനെ വിവാഹം കഴിക്കുകയും ചെയ്തു. പത്നിയുടെ പാതിവൃത്യം നശിച്ചാൽ മാത്രമേ മരണമുണ്ടാവുകയുള്ളൂ എന്ന വരം ശംഖചൂഡന് ലഭിച്ചിരുന്നതിനാൽ ദേവന്മാർ ശംഖചൂഡനെ വകവരുത്താനായി മഹാവിഷ്ണുവിൻ്റെ സഹായം അഭ്യർത്ഥിച്ചു. ശംഖചൂഡന്റെ രൂപം സ്വീകരിച്ച മഹാവിഷ്ണു തുളസീദേവിയെ കബളിപ്പിച്ചു. കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലായ ദേവി കൃത്രിമ ശംഖചൂഡനെ ശപിക്കാൻ മുതിർന്നുവെങ്കിലും മഹാവിഷ്ണു സ്വരൂപം കൈക്കൊള്ളുകയും ദേവിയെ സമാശ്വസിപ്പിക്കുകയും ചെയ്തു. തുളസീദേവി ശരീരമുപേക്ഷിച്ച് വൈകുണ്ഠത്തിലേക്ക് പോയപ്പോൾ ദേവിയുടെ ശരീരം ഗണ്ഡകി എന്ന പുണ്യനദിയായി തീർന്നുവെന്നും തലമുടി ഇഴകൾ തുളസിച്ചെടിയായി രൂപാന്തരപ്പെട്ടുവെന്നാണ് ഐതിഹ്യം. തുളസിയുടെ ഇല, പൂവ്, കായ്, വേര്, ചില്ല, തൊലി, തടി, മണ്ണ് എന്നിവയെല്ലാം തന്നെ പാവനമായി കണക്കാക്കപ്പെടുന്നു. തുളസിയുടെ വിറകുകൊണ്ട് ദഹിപ്പിക്കുന്നവരുടെ ആത്മാവിന് പാപവിമുക്തിയുണ്ടായി വിഷ്ണു ലോകത്തിൽ സ്ഥാനം ലഭിക്കുമെന്നാണ് വിശ്വാസം. തുളസി തീ കൊണ്ട് വിഷ്ണുവിന് വിളക്ക് വെച്ചാൽ അനേക ലക്ഷം വിളക്കിന്റെ പുണ്യഫലം നേടുമെന്നും തുളസി അരച്ച് ദേഹത്ത് പൂശി വിഷ്ണുവിനെ പൂജിച്ചാൽ ഒരു ദിവസം കൊണ്ട് തന്നെ 100 പൂജയുടെയും 100 ഗോദനത്തിൻ്റെയും ഫലം ലഭിക്കുമെന്നും പത്മപുരാണം 24-ാമത്തെ അധ്യായത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്.